മൂന്നാം ക്ലാസ് തദ്രീബു തിലാവ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 5, 6, 7 എന്നീ 3 പാഠങ്ങളുടെ റിവിഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തദ്രീബു തിലാവയുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് നല്ല മാർക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അൽ വഹ്ദത്തുൽ ഖാമിസ, 5ാമത്തെ യൂണിറ്റ്. അഷ്ഹർ മാസം, സഫർ മാസമാണ്. അദദുൽ ഫുസൂലി, ഖുർആനും തദ്രീബു തിലാവയും എല്ലാം കൂടെ ചേർന്ന് 26 പീരിയഡുകൾ ഉണ്ടാവണം. പിന്നെ മുഖത്തഉ ഷഹർ, ഖുർആൻ്റെ കണക്കെങ്ങനെയാണ്? മിൻ അവ്വലി സൂറത്തു ദാരിയാത്ത്, സൂറത്തു ദാരിയാത്തിൻ്റെ ആദ്യം മുതൽ ഇല ആഖിരി സൂറത്തിൽ ഖമർ സൂറത്തിൻ്റെ അവസാനം വരെയാണ് ഈ സഫർ മാസത്തിലെ ഖുർആൻ പാഠമെടുക്കുന്നതിൻ്റെ കണക്ക്. മുഖത്തഉ ലി തഹ്ഫീദ് സൂറത്ത് ഹിഫ്ലാക്കാൻ സൂറത്തുൽ ആദിയാത്താണ്. അതിന് 4 ഫുസൂല്, 4 പീരിയഡുകളിലായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ കളിയുടെ ആശയം. ഇനി നമുക്ക് താഴേക്ക് വരാം. സൂറത്തുകൾ പരിചയപ്പെടാം എന്നുണ്ട്. അതിൽ സൂറത്തു ദാരിയാത്ത് മക്കിയാണ്, അതിൻ്റെ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. സൂറത്തു തൂറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സൂറത്തുകളുടെ പേരുകൾ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. പാരായണം കേട്ട് പരിശീലിക്കാം. ഒന്നും വേണ്ട, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അത് സ്കാൻ ചെയ്താൽ നല്ല മനോഹരമായ ഓത്ത് നമുക്കതിൽ കേൾക്കാൻ കഴിയും. അത്രയേ ഉള്ളൂ ആ പേജിൽ, അത്ര പ്രധാനപ്പെട്ടതല്ല. രണ്ടാമത്തതിലേക്ക് വരുമ്പോൾ ഹുറൂഫുൽ ഹൽക്ക്, തൊണ്ടയുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ഭാഗത്ത് നിന്നാണ് എന്നുള്ള ഒരു ആരോ മാർക്ക് ലൈനും അവിടെ കൊടുത്തിട്ടുണ്ട്. 6 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ഓയിന് ഹാ, ഐന് ഹാ, അംസ് ഹാ, ഇതൊക്കെ തൊണ്ടയുടെ അക്ഷരങ്ങളാണ്. പരീക്ഷയ്ക്കിപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്നത് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എത്ര എന്ന് ചോദിക്കും, ഏതൊക്കെ എന്ന് ചോദിക്കും. ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഭാഗം. ഇനി അതിൻ്റെ താഴെയുള്ള വർക്ക് നോക്ക്. ഓയിന് ഹാ, ഐന് ഹാ എന്നീ അക്ഷരങ്ങൾ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിക്കാം. അതിനുള്ള അവിടെ ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഖുർആൻ്റെ പാഠഭാഗങ്ങൾ എടുക്കുക, എന്നിട്ട് അതിൽ നിന്നത് പഠിക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ തദ്രീബു തിലാവ. നോക്കാൻ അറിയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം. നിങ്ങളവിടെ എഴുതി കൊടുക്കാനേ ഉള്ളൂ. ആയത്തുൻ, അദാബുൻ, തോഊൻ, സാഹിബുൻ, ജഹന്നം, യഖ്റുജൂന. അത് എഴുതുന്നതോടൊപ്പം അതൊരായത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങളും അതിൽ കാണാൻ കഴിയും. ഇനി പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം എന്നുള്ളത് ഇൻദഹും, അമദിൻ, ഖലക്ക, യസ്സർനൽ ഖുർആന, ഇത് നമ്മുടെ ആ പറഞ്ഞ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്താനാണ്. ഇനി നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൻ പോയിൻ്റ്, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരെ അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി ആദരിക്കും. ഇതിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം, അള്ളാഹു താല ഉന്നത പദവി നൽകി അനുഗ്രഹിക്കും ആർക്ക്? അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ സൂക്ഷ്മത ഡാഷ് ഇട്ട് കൊടുക്കും, ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ ഒക്കെ അത് ചോദിച്ചേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ദുആഉൽ ഖുർആനിൽ നിന്നുള്ളൊരു പ്രാർത്ഥന എല്ലാ പാഠത്തിലും നമ്മൾ പഠിക്കും. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് റബ്ബന അഫ്രി അലൈന സുബ്രൻ വ തവഫന മുസ്ലിമീൻ, ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണം, മുസ്ലിമീങ്ങളായി ഞങ്ങളെ നീ മരിപ്പിക്കണം. ഇതാണ് അതിൻ്റെ ആശയം വരുന്നത്. അപ്പോൾ അത് ഖുർആനിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പൂരിപ്പിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഹിഫ്ളിൻ്റെ ഭാഗമായി മനഃപ്പാഠമാക്കി ഓതാൻ ആവശ്യപ്പെട്ടേക്കാം. ശ്രദ്ധിക്കുക. ഇനി മാസത്തെ മൂല്യനിർണ്ണയം, അത് ഉസ്താദ്മാർ ചെയ്യാനുള്ളത്. അധ്യാപകൻ കുട്ടിയുടെ മാസാന്ത പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി താഴെ യോജിച്ച കോളത്തിൽ സ്റ്റാർ നൽകുക എന്നുള്ളതാണ്. മുംതാസ് ഉണ്ട്, ജയ്യിദ് ഉണ്ട്, അതുപോലെ തന്നെ ജയ്യിദൻ ജിദ്ദൻ ഉണ്ട്, ഒയറു ജദീദ്, തീരെ മോശമായതാണ് ഒയറു ജദീദ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാഠത്തിൽ വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത പാഠം അൽ വഹദത്തു സാദിസ, 6ാമത്തെ യൂണിറ്റാണ്. മാസം വരുന്നത് റബീഉൽ അവ്വലാണ്. അദദുൽ ഫുസൂല്, പീരിയഡ് ഖുർആനും തദ്രീബു തിലാവയും ഒക്കെ ആയിട്ട് 23 പീരിയഡുകൾ നടക്കണം. മുഖത്തഉ ഷഹർ മിൻ അവ്വലി സൂറത്തു റഹ്മാൻ ഇല ആഖിരി സൂറത്തിൽ ജദീദ്, സൂറത്തു റഹ്മാൻ്റെ തുടക്കം മുതൽ പിന്നെ സൂറത്തുൽ ഹദീദിൻ്റെ അവസാനം വരെയാണ് പാഠഭാഗം ഉണ്ടാവുക. മുഖത്തഅത്തുൽ തഹ്ഫീദ് സൂറ, ഈ പാഠത്തിൽ ഈ മാസത്തിൽ നമുക്ക് മനഃപ്പാഠം വരുന്നത്
സൂറത്തു സൽസലയാണ്. 4 പീരീഡുകളിലായി നടക്കണം. സൂറത്തുകൾ പരിചയപ്പെടാം. സൂറത്തു റഹ്മാൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഹദീദ്, ആ സൂറത്തുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മദനിയാണ് എന്ന് പറഞ്ഞാൽ മദീനയിൽ ഇറങ്ങിയത്. ആയത്തുഹ, അതിൻ്റെ ആയത്തുകളുടെ എണ്ണം. തെർത്തീബുഹ, അതിൻ്റെ ഓർഡർ 55ആണ്, 56, 57ാമത്തെ സൂറത്ത്, ഇങ്ങനെയാണ് വരുന്നത്. അതിൽ 2 മദീനയിൽ അവതരിച്ചതാണ്. ഇനി പാരായണം കേട്ട് പരിശീലിക്കാം എന്നുള്ളത് നമ്മൾ അത് ഓപ്പണാക്കി നോക്കിയാൽ നല്ല ഓത്ത്, അക്ഷരശുദ്ധി, തജ്വീദൊക്കെ പരിഗണിച്ചുള്ള നല്ല ഓത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ ഓത്തൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഉന്നത്ത് എന്നുള്ള ഭാഗമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അറബി അക്ഷരങ്ങളിൽ തരിമൂക്കിൻ്റെ സഹായത്തോടെയല്ലാതെ ഉച്ചരിക്കാൻ കഴിയാത്ത 2 അക്ഷരങ്ങളാണ് മീം, നൂന് എന്നിവ. ഈ അക്ഷരങ്ങൾക്ക് ഷദ് വന്നാൽ 2 ഹർക്കത്ത് ഉച്ചരിക്കുന്ന അത്ര ദൈർഘ്യം കൊടുത്ത് മണിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. തരിമൂക്കിൻ്റെ ആവശ്യത്തോടുകൂടെ അല്ലാതെ ഉച്ചരിക്കാൻ പറ്റാത്ത അക്ഷരങ്ങൾ ഏതൊക്കെ? അപ്പോൾ ഇതിന് ഷദ് വന്നാൽ എത്ര ഖദർ നമ്മൾ മണിക്കണം എന്നിങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഭാഗം നമ്മൾ നന്നായി ഒന്ന് പഠിക്കുക. ഷദ്ദുള്ള മീമും നൂനൊക്കെ നമ്മൾ എപ്പോഴും മണിക്കേണ്ടതാണല്ലോ. ഒരു സ്ഥലത്തും മണിക്കാതെ ഒഴിവാക്കാൻ പറ്റില്ല. അതിന് ഷദ്ദുള്ളൊരു നൂന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അൽ ജന്നത്തു വ റുമ്മാനുൻ, ഷദ്ദുള്ള മീമും നൂനോടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇഖ്ലാബ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇഖ്ലാബ്? സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം, ശ്രദ്ധിക്കുക, സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബാ എന്ന ഏക അക്ഷരം വന്നാൽ നൂനിനെയും തെൻവീനിനെയും മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കും. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം ബാ വന്നാലുള്ള അവസ്ഥയാണ് അതിനെ നൂനിനെയും തെൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. അതിൻ്റെ ഉദാഹരണം നിങ്ങൾക്ക് നോക്ക്. നൂന് എന്ന് കൊടുത്തിട്ട് നൂന് സാക്കിന, സുക്കൂനുള്ള നൂനാണ്. ബാ വന്നാൽ നിങ്ങൾ നോക്കൂ, ദംബുൻ, ആ നൂനിനെ നമ്മൾ എന്ത് ചെയ്യും? മീമാക്കി ഉച്ചരിക്കും. ദൻ എന്നുള്ളതിന് ദംബുൻ. ഇനി അതേപോലെ തന്നെ അതിൻ്റെ താഴെ നിങ്ങൾ തെൻവീനിൻ്റെ ഉദാഹരണമാണ്. അലീമുൻ എന്നല്ല ശരിക്കും വേണ്ടത്, അലീമുൻ എന്നല്ലേ തെൻവീൻ ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഓതുമ്പോൾ നോക്ക്, അലീമും അത് മീമായി. ആ തെൻവീൻ എന്തായി? മീമായി മാറി. കാരണം എന്താണ്? സുക്കൂനുള്ള നൂൻ്റെയോ തെൻവീന് ശേഷം ബാ എന്ന അക്ഷരം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാ വന്നു കഴിഞ്ഞാൽ എന്താവും? നൂനും തെൻവീനും എന്തായി പോകും? മീമായി പോകും. അതാണ് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം. വന്നജ്മു കഅന്നഹുന്ന മുദ്ഹാമ്മതാൻ മിൻ ബഅദു വലാ ജാൻ ബാബും ബാത്തിനുഹു. അപ്പോൾ ബാബും കണ്ടില്ലേ? ബാത്തിനുഹു. അപ്പോൾ അവിടെ എന്തായി? മിൻ ബഅദു, മിൻ എന്നുള്ളതില്ലല്ലോ, മിൻ ബഅദു ആയി മാറി. ഇനി പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം എന്നുള്ളത്. സുമ്മ ഫഅമ്മ ഇൻകാന മിന്നാരിൻ വതഫാഖുറും ബൈനക്കും. അവിടെ തഫാഖുറുൻ, ആ റാഇൻ്റെ തെൻവീന് എന്തായി? റുൻ എന്നല്ലേ വേണ്ടത്, അവിടെ എന്തായി? റും, തഫാഖുറും എന്നായി. തഫാഖുറും ബൈനക്കും ഒക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം എന്നുള്ളത്. സൂറത്തുൽ വാഖിയ ജീവിതത്തിൽ നിത്യമാക്കുന്നത് ദാരിദ്ര്യത്തെ തടയും. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ദാരിദ്ര്യത്തെ തടയും സൂറത്തുൽ വാഖിയ ജീവിതത്തിൽ നിത്യമാക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിക്കാനോ പൂരിപ്പിക്കാനോ വരാം. പിന്നെ ദുആഉൽ ഖുർആൻ, ഈ പാഠത്തിലുള്ള ഖുർആനിൽ നിന്നുള്ള ദുആ ഏതാണ്? റബ്ബി ഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ എന്നുള്ളതാണ്. പടച്ചോനെ, നീ എനിക്ക് പൊറുക്കണം, നീ എനിക്ക് കരുണ ചെയ്യണം, നീ ഖൈറുർ റാഹിമീനാണ്, കൂടുതൽ കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലയാളാണ്.
ഇനി മാസത്തെ മൂല്യനിർണ്ണയം അത് വായിക്കണ്ടല്ലോ, അത് അധ്യാപകന്മാർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഉന്നത്തും ഇഖ്ലാബും ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ബാക്കിയെല്ലാം എളുപ്പമുള്ളതാണ്. ഇനി അടുത്ത ചാപ്റ്റർ വഹദത്തു സാബിയ, 7ാമത്തെ യൂണിറ്റാണ്. ഷഹർ മാസം റബിയുൽ ആഖിർ ആയിരിക്കും. അദദുൽ ഫുസൂൽ 18 പീരീഡുകൾ വരുന്നത്. പിന്നെ മുഖത്തഉ ഷഹർ മിൻ അവലി സൂറത്തുൽ അഹ്ഖാഫ്, സൂറത്തുൽ അഹ്ഖാഫിൻ്റെ ആദ്യം മുതൽ മുഹമ്മദ് സൂറത്തിൻ്റെ അവസാനം വരെയാണ്. മുഖത്തഉലി തഹ്ഫീളി സൂറത്തുകൾ മനഃപ്പാടമാക്കാനുള്ളത് ഏതാണ്? സൂറത്തുൽ ഖദറാണ്. അത് 3 പീരീഡാണ് അതിന് കണക്കാക്കുന്നത്. ഇനി സൂറത്തുകൾ പരിചയപ്പെടാം. ഏതൊക്കെ? അഹ്ഖാഫ് ഉണ്ട്, മുഹമ്മദ് ഉണ്ട്. അതിൻ്റെ ബാർകോഡ് അവിടെ. സൂറത്തുൽ ഖദർ സ്കാൻ ചെയ്താൽ നമുക്ക് എന്താക്കാൻ പറ്റും? നല്ല ഖദർ മനോഹരമായി ഓതുന്നത് കേൾക്കാം. പാരായണം കേട്ട് പരിശീലിക്കാം. അവിടെ സ്കാൻ ചെയ്ത് നോക്ക്, നല്ല ഈണത്തിൽ നമുക്ക് ഖുർആൻ പഠിക്കാം. പിന്നെ അതിന് ശേഷം അടുത്ത പേജിൽ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അൽ ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് വെളിവാക്കുന്ന ഉദ്ദേശമാണ് ഇതിൽ? സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം നേരത്തെ ബാ വന്നാലുള്ള അവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ, ഹൽക്കിൻ്റെ അക്ഷരം വന്നാൽ, ഹൽക്കിൻ്റെ അക്ഷരം നമ്മൾ പഠിച്ചതാണ്, വന്നാൽ ആ നൂനിനെയും തെൻവീനിനെയും മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അപ്പോൾ അവിടെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അങ്ങ് പറയുക എന്നുള്ളതാണ്. വേറെ ഒന്നും ചെയ്യണ്ട. തെൻവീനാണെങ്കിൽ ആ തെൻവീൻ അതുപോലെ ഉച്ചരിക്കുക. അതന്നെ ഒരു മാറ്റമില്ലാതെ വെളിവാക്കി അങ്ങ് ഓതുക. അൽക്കിൻ്റെ അക്ഷരങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹുറൂഫുൽ അൽക്ക് 6 ഹംസ്, ഹാ, ഐന്, ഹ, ഓയിന്, ഖാ. ഇനി നിങ്ങൾ നോക്കൂ, ഒയിന്, ഐന്, ഹ എന്നീ അക്ഷരങ്ങൾ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിക്കാം. ഒയിന്, ഐന്, ഹ. അതിന് നേരെ എഴുതാനുള്ള സ്ഥലമുണ്ട്, അവിടെ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം. അത് എഴുതുന്നതോടൊപ്പം അതിൽ നമ്മൾ പറഞ്ഞ ഈ പാഠഭാഗത്തിൻ്റെ വിഷയം കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതും കൂടെ ആലോചിച്ച് വേണം എഴുതാൻ. മിൻ ഇൽമിൻ ഒരിക്കലും ഓതാൻ പറ്റില്ല, കാരണം സുക്കൂനുള്ള നൂന് ശേഷം അൽക്കിൻ്റെ അക്ഷരമായ ഐന് വന്നിട്ടുണ്ട്. ഇൻ അത്തബിയോ എന്ന് മണി പറ്റില്ല. ഇൻ അത്തബിയോ എങ്ങനെയുള്ളത് അതുപോലെ വെളിവാക്കിയിട്ട്. ഓ മിൻ ഖൽഫിഹി മണിക്കാൻ പാടില്ല. ഓ മിൻ ഖൽഫിഹി അലീമൻ ഹക്കീമ, പൊട്ട തെറ്റാണത്. അലീമൻ ഹക്കീമ തൻവീന് വന്നാൽ അവിടെ മണിക്കാൻ പറ്റില്ല, കാരണം തൻവീന് ശേഷം വന്നിട്ടുള്ളത് ഹൽക്കിൻ്റെ അക്ഷരമാണ്. ഫിദ അൻ ഹത്ത മണി പറ്റില്ല. ഫിദ അൻ ഹത്ത. വ അൻഹാറുൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം നൂന് ശേഷം ഹ ആണ്. അൻഹാറുൻ എന്ന് വെളിവാക്കി പറയണം. ഇനി അടുത്ത പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം എന്നുള്ളത്. മിൻ അസ്ലിൻ കൗമൻ ഗൈറക്കും മിൻ ഖറിയത്തിൻ ഹിയ. ഇതൊക്കെ നമ്മുടെ പാഠത്തിൽ വന്നതാണെന്ന് കണ്ടെത്തുക. അതിൽ നമ്മുടെ പറഞ്ഞ ഈ വിഷയം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വചനങ്ങളായ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ് മുസ്ഹഫ്. അപ്പോൾ എന്താണ് മുസ്ഹഫ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിക്കാം. അത് ശുദ്ധിയില്ലാതെ സ്പർശിക്കുന്നത് കുറ്റമാണോ കുറ്റമല്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചിലപ്പോൾ പൂരിപ്പിക്കാൻ വന്നേക്കാം. ഇനി ആ ദുആഉൽ ഖുർആൻ ഏതാണ്? റബ്ബന ആതിന മില്ലദുൻക റഹ്മത്തൻ വയ്യിഅ് ലനാ മിൻ അംരിനാ റഷദ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കാനുള്ള പ്രാർത്ഥന. ഇത് മനഃപ്പാഠമാക്കി വെക്കുക, ചിലപ്പോൾ പൂരിപ്പിക്കാൻ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഹിഫ്ളിൻ്റെ ഘട്ടത്തിൽ ഇത് ഓതാൻ ആവശ്യപ്പെട്ടേക്കാം. ഇനി മാസാന്ത മൂല്യനിർണ്ണയമാണ്. അത് ഉസ്താദുമാർ നിങ്ങളുടെ പുസ്തകത്തിൽ നടത്തിയിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഈ 3 പാഠങ്ങൾ ഇതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ള പാഠങ്ങൾ. നന്നായി ആവർത്തിച്ച് പഠിക്കുക. പിന്നെ നല്ല നല്ല ക്ലാസ്സുകൾ ഇനിയും വരാനുണ്ട്, നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.